ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ഐ വാസ് ടു കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. വയനാട് ബൈ ഇലക്ഷൻ, വയനാട് ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നവംബർ 13-നാണ് ഇലക്ഷൻ നടന്നത്. വയനാട്ടിലെ 1354 പോളിംഗ് ബൂത്തുകളിലായി 14,72,745 വോട്ടർമാർ വോട്ട് ചെയ്തു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതായത് അവിടുത്തെ ടോട്ടൽ പോളിംഗ് എന്ന് പറയുന്നത് 64.75%. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 8.23% പോളിംഗ് കുറവാണ് എന്നതും മുന്നണികളെ ആശങ്കയിലാഴ്ത്തുന്നു. എന്താണെന്നറിയില്ല, പോളിംഗ് വല്ലാതെ കുറഞ്ഞിരിക്കുകയാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിനും 8% കുറയുക എന്ന് പറയുന്നത് മുന്നണികളെ വൻ രീതിയിൽ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ടെന്ന് പറയാം. 3 സ്ഥാനാർത്ഥികൾ, അതായത് കോൺഗ്രസിൻ്റെ പ്രിയങ്ക ഗാന്ധി, LDFിൻ്റെ സത്യൻ മൊങ്കേരി, BJPയുടെ നവ്യ ഹരിദാസ് എന്നിവരായിരുന്നു ഇവിടെ മത്സരിച്ചത്. ശ്രദ്ധേയമായ ഒരു മത്സരമായിരുന്നു എന്നൊന്ന് പറയാം. അതിൽ ഈ വയനാട് മണ്ഡലത്തെ, ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ 2009-ലാണ് ഇത് സ്ഥാപിതമായത്. 2009 തൊട്ട് ഇങ്ങോട്ട് 4 ഇലക്ഷനുകൾ നടന്നതിൽ 4ലും കോൺഗ്രസ് ആയിരുന്നു ഇവിടെ വിജയിച്ചത്. കോൺഗ്രസിൻ്റെ ഒരു ഉരുക്ക് കോട്ടയെന്ന് പറയാം വയനാട്. കാരണം ആദ്യത്തെ 2 ഇലക്ഷനുകളിൽ MI ഷാനവാസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. അടുത്ത 2 ഇലക്ഷനുകളിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്ന കാഴ്ചയാണ്. അതും നല്ല ഭൂരിപക്ഷത്തിലാണ് രണ്ടുപേരും വിജയിച്ചത് എന്നതും കോൺഗ്രസ്സിന് ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു കാര്യങ്ങളിലൊന്നാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഈ തവണ എന്ന് പറയാം. അത് അവരുടെ ആത്മവിശ്വാസം വളരെയധികം കൂട്ടുന്നു. അതോടൊപ്പം ഈ ഇലക്ഷന് കാരണമായത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും അതോടൊപ്പം വയനാട്ടിലും 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചത് കൊണ്ടാണ് വയനാട് സീറ്റ് അദ്ദേഹം ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് ഈ ഇലക്ഷന് കാരണമായത്, ഈ ഇലക്ഷൻ നടത്തുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി ഇവിടെ വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ്. അതോടൊപ്പം ആദ്യമായിട്ട് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ മറ്റ് 2 മുന്നണികളും അവരുടേതായ രീതിയിൽ പരിശ്രമിച്ചു എന്ന് പറയാം. ഏതായാലും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആ ഒരു ദിവസത്തിന് വേണ്ടി. അതോടൊപ്പം മണ്ഡലങ്ങൾ തിരിച്ചുള്ള പോളിംഗ് നോക്കുമ്പോൾ കൽപ്പറ്റ 65%, മാനന്തവാടി 62%, സുൽത്താൻ ബത്തേരി 63%, നിലമ്പൂർ 61%, വണ്ടൂർ 66%, വണ്ടൂർ 64%, ഏറനാട് 69%, തിരുവമ്പാടി 66% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് ഏറനാടിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് 69%. തൊട്ടു പിന്നാലെ തിരുവമ്പാടി 66%, തൊട്ടു പിന്നാലെ കൽപ്പറ്റ. അങ്ങനെ ഏറനാട്, തിരുവമ്പാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇവിടെ എല്ലാമുള്ള പോളിംഗ് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാം 70% താഴെയാണ്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും പൊതുവെ പോളിംഗ് കുറവായിരുന്നു കഴിഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് മുന്നണികളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയില്ല എന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഏതായാലും എല്ലാ കണ്ണുകളും വയനാട്ടിലേക്കാണ്. ഇനി അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ദിവസം വരുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസത്തിനായിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് പറയാം. കോൺഗ്രസ് വീണ്ടും ഇവിടെ സീറ്റ് നിലനിർത്തുമോ, അല്ലെങ്കിൽ LDFും BJPയും ഇവിടെ അക്കൗണ്ട് തുറക്കുമായെന്ന് നമുക്കിങ്ങനെ കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.